ഇനി ശ്രീനന്ദാകൃഷ്ണൻ നമ്മുടെ ശ്രീനന്ദാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ ചാനലിൽ കൂരായണം. അപ്പോൾ കൂരായണം ചേച്ചിയാണ് ശ്രീനന്ദാകൃഷ്ണൻ. പൂർണ്ണത്രൈശ്യ ക്ഷേത്രത്തിന് സമീപം ശ്രീനിധയുണ്ട്. കുറച്ച് നേരമായിട്ട് അവിടെ ശ്രീനിധയ്ക്ക് ശ്രീനിധ ക്ഷേത്രത്തിന് സമീപം ബോറടിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഒരിക്കലും ബോറടിക്കില്ല, കാരണം ഭയങ്കര വൈബാണ് ഇവിടെ. ആരുടെ മുഖത്ത് നോക്കിയാലും ചിരിയും സന്തോഷവുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി അത്തം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് തുടങ്ങല്ലേ? ഓണാഘോഷം മലയാളികളുടെ ഓണാഘോഷത്തിന് ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം തുടങ്ങാനായി ഇനി ഏകദേശം 1.5 മണിക്കൂറുള്ളൂ. ഞാൻ നിൽക്കുന്നത് സ്റ്റാച്യു ജംഗ്ഷനിലാണ്, അതായത് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുൻവശത്തായി സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നഗരം ഉണർന്നു തുടങ്ങി. വണ്ടികളും ആളുകളും ഒക്കെ ഈ ജംഗ്ഷനിലൂടെ വരുന്നുണ്ട്. നമ്മൾ ഗതാഗത നിയന്ത്രണത്തിനെ കുറിച്ച് അല്പസമയം മുമ്പ് ആൻമരിയ സണ്ണി പറഞ്ഞിരുന്നു. അല്പസമയത്തിനകം, അതായത് 8 മണിക്ക് ശേഷം ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. 3 മണി വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കണം, 3 മണി വരെ ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓണായി തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടേക്ക് മണ്ണ് വാരിയിട്ടാൽ നിലത്ത് വീഴില്ല, അതുപോലെ തിരക്കായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എവിടെ നോക്കിയാലും ഓണക്കാഴ്ചകളാണ്. ഇപ്പോൾ രാവിലെ എല്ലാവരും അത്തപ്പൂക്കളമൊക്കെ ഇട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തപ്പൂക്കളം ഇടാൻ കാത്തിരിക്കുന്നവർക്ക് പൂവിപണിയൊക്കെ സജീവമായിട്ടുണ്ട്. സൈഡ് എല്ലാ വഴിയോരങ്ങളിലെല്ലാം കച്ചവടക്കാർ നിരന്നിരിക്കുകയാണ്. പൂക്കളെല്ലാം ഉണ്ട്, അതുപോലെ തന്നെ കാഴ്ചക്കുലകളുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും ഓണക്കാഴ്ചകളാണ്. ഇവിടെ നമ്മൾ ചേട്ടന്മാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഈ അത്തച്ചമയ ഘോഷയാത്ര ഓരോ തവണയും അതിൻ്റെ പ്രൗഢി ഒട്ടും ചോരാതെ കൂടുതൽ മിഴിവേകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂക്ഷിച്ചു വരണം, വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു സെക്കൻഡ് ചേച്ചി, ഹാപ്പി അത്തം. എങ്ങനെയുണ്ട്? ഓണായോ? പിന്നെ ആയില്ലേ. ആൾക്കാരൊക്കെ പൂ വാങ്ങിക്കാൻ വന്നു തുടങ്ങിയോ? എങ്ങനെയുണ്ട് പൂവിനൊക്കെ വില? എങ്ങനെയുണ്ട്? വിലയൊക്കെ നല്ല വിലയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങും. എങ്ങനെയാ, നമ്മൾ പൊളിക്കല്ലേ? അതെ. ഓക്കെ, അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ പൊളിച്ച് അവസാനം നമ്മുടെ സമയമൊക്കെ പോകുന്നു. ഇനി ഞാൻ വേറൊരു വഴിക്കങ്ങ് പോവാ കേട്ടോ. ഓക്കെ, ശ്രീനന്ദാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത് തൃപ്പൂണിത്തുറയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ നമ്മുടെ പുലികളെല്ലാം കണ്ടല്ലോ. ഇനി കുറച്ച് പുലികൾ കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയുടെ എല്ലാ വിവരങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിവിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.